നിങ്ങളെ അധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ ഓർത്ത പശ്ചാത്തലമിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യമുള്ള ദൈവത്തിൻ്റെ പാദപീഠത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരുക്കി തന്ന എല്ലാ കൃപകൾക്കാകെ സ്തോത്രം, എല്ലാ അതിശയങ്ങൾക്കാകെ സ്തോത്രം, അത്ഭുതങ്ങൾക്കാകെ സ്തോത്രം. നടത്തിവരുന്ന വിധങ്ങളെ ഓർത്തുന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, നിന്റെ മഹത്വമേറിയ കരം, നിന്റെ ശക്തിയുള്ള കരം, നിന്റെ ബലപ്പെടുത്തുന്ന കരം, നിന്റെ അനുഗ്രഹിക്കുന്ന കരം, മുറിവുകളെ പൊറിപ്പിക്കുന്ന കരം, കണ്ണുനീരെ തുടയ്ക്കുന്ന കരം, കർത്താവെ ഞങ്ങളെ തൂക്കി ചുമക്കുന്ന കരം, ഞങ്ങളെ താങ്ങുന്ന കരം, ഞങ്ങളെ കർത്താവെ നടത്തുന്ന കരം, ഞങ്ങളെ താലോലിക്കുന്ന കരം, കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും MAG ഗോസ്പൽ വോയിസ് മൂലമായി ഇന്ന് കുടുംബത്തിരിക്കുന്ന എല്ലാവരെയും, കേരളത്തിലോ ഇന്ത്യയിലോ ഇന്ത്യക്കുള്ളിലോ ഏത് രാജ്യത്തിലിരുന്നാലും എവിടെ ഇരുന്നാലും എല്ലാവരെയും അപ്പച്ചാ നിന്റെ തൃപ്പാദത്തിൽ കൂടുതൽ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് അപ്പച്ചാ. ഇന്ന് പകൽ മുഴുവൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആപത്ത് വരരുതേ, ഒരനർത്ഥം വരരുത് അപ്പച്ചാ. ഇങ്ങനൊരു അധികാല സമയം ഞങ്ങൾക്ക് തന്നല്ലോ. ലോകം മുഴുവനും കർത്താവെ ഭയങ്കരമായ മാരക രോഗങ്ങളിനാൽ മക്കൾ ബാധിച്ചു വരുന്നു. അനേകയിടങ്ങളിൽ കർത്താവെ ഭൂമി കുലുക്കങ്ങൾ, അനേകയിടങ്ങളിൽ യുദ്ധങ്ങൾ, അനേകയിടങ്ങളിൽ പലവിധപ്പെട്ട മരണങ്ങൾ, കർത്താവെ ജനങ്ങളെല്ലാം നശിക്കുന്നു, ഭവനങ്ങളെല്ലാം നശിക്കുന്നു, രാജ്യങ്ങളെല്ലാം നശിക്കുന്നു. ഒരിടത്തൊരു സന്തോഷമില്ല, സമാധാനമില്ല. എല്ലാവരും കർത്താവെ സ്തോത്രം ദൈവമേ കണ്ണുനീര് വിട്ട് കലങ്ങി പേടിച്ച് പറിച്ചിരിക്കുമ്പോൾ ഈ ആലോചന, ഈ പ്രാർത്ഥന നിന്റെ കുഞ്ഞുങ്ങൾക്കൊരു മറവായിരിക്കട്ടും, ഒരു സന്തോഷമായിരിക്കട്ടും, താങ്ങായിരിക്കട്ടും, തണലായിരിക്കട്ടും. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന പക്ഷെ അവർ എവിടെ ഇരുന്നാലും നീ അവരെ കാക്കണമേ, സൂക്ഷിക്കണമേ, വഴി നടത്തണമേ. ഒരനർത്ഥങ്ങൾ പോലും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭവിക്കുവാൻ നീ സമ്മതിക്കരുത് അപ്പച്ച. എല്ലാവരെയും പാദപീഠത്തിൽ കൊണ്ടുവച്ച് അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുകയാണെന്ന് എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവിനെ അനുഗ്രഹിക്കും. ഇന്ന് പ്രാർത്ഥന ആരംഭിച്ച 1207 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം നമുക്ക് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ 27 സങ്കീർത്തനം അതിൻ്റെ 5 വാക്യം, 27:5. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ദൈവത്തിന് സ്തോത്രം. അവിടെ 3 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഒരു ഭക്തന്റെ വിശ്വാസമാണിത്. അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ്, അവന്റെ അതിർത്തിയിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ്. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കും. ഇന്ന് എങ്ങോട്ട് നോക്കിയാലും അനർത്ഥമാണ്, ഭയങ്കരമാണ്. രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല. കർത്താവിന് സ്തോത്രം. എവിടെ നോക്കിയാലും രാത്രിയോ പകലോ എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും പരിഭ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുമ്പോൾ ഒരു ഭക്തൻ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. നിങ്ങൾക്ക് ഇനി എന്തോ വേണം ഈ ലോകത്തിൽ? നിങ്ങളെ ഒളിപ്പിക്കാനും നിങ്ങളെ മറച്ചു വയ്ക്കുവാനും ജീവനുള്ള ദൈവമാണ് ഉത്തരവാദിത്തോട് നിങ്ങളെ കയ്യിലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞെ, നിന്റെ ഭവനത്തിനോ നിനക്കോ നിന്റെ സന്തതിക്കോ ഒരുത്തർക്കും ഒരാപത്ത് വരുവാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വേള ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടബാധ്യതകൾ, മറ്റു പല പട്ടിണികൾ, അനേകരുടെ ഉപദ്രവങ്ങൾ, അല്ലെ പല രീതിയിൽ നിങ്ങളിപ്പം മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പലപ്പോൾ വേദനയിലായിരിക്കും, കഷ്ടത്തിലായിരിക്കും. നിങ്ങളെ രക്ഷിക്കാനും വിടുവിക്കാനും ആരുമില്ലായിരിക്കും. നിങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് താറുമാറായി നശിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, തകർന്നുകൊണ്ടിരിക്കുകയായിരിക്കും, തകർന്നു കാണുമായിരിക്കും. ആനാലും കർത്താവ് പറഞ്ഞു, പാറമേൽ എന്നെ ഉയർത്തും. ദാവീദ് പറയാണ്, ഈ അനർത്ഥങ്ങളെല്ലാം എനിക്ക് വന്നതുകൊണ്ട്, ഈ കർത്താവിന് സ്തോത്രം, ഈ ആപത്തെല്ലാം എനിക്ക് വന്നതുകൊണ്ട് എന്നെ കർത്താവ് തള്ളിക്കളയത്തില്ല, എന്നെ ഉപേക്ഷിക്കത്തില്ല, എന്നെ പാറമേൽ എന്നെ ഉയർത്തും. എത്ര പേര് ആമേൻ പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് അറിയത്തില്ല. എത്ര പേര് സന്തോഷത്തോടെ സ്തുതിക്കാൻ എനിക്ക് അറിയത്തില്ല. ദൈവം നിശ്ചയമായിട്ട് നിങ്ങളെ ഉയർത്തും. ഈ അനർത്ഥങ്ങളെല്ലാം വന്നത്, ഈ പങ്കപ്പാടെല്ലാം വന്നത്, ഈ കഷ്ടതകളെല്ലാം വന്നത്, ഈ കണ്ണുനീരെല്ലാം വന്നത്, ഇത്രയും വലിയ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ തകർക്കാനല്ല, പാറമേ നിങ്ങളെ ഉയർത്തുവാനാണ്. എല്ലാവരും നിങ്ങളെ കാണണം, എല്ലാവരും നിങ്ങളെ കണ്ട് പരിഭ്രമിക്കണം, ആശ്ചര്യപ്പെടണം, അത്ഭുതമായി കാണണം നിങ്ങളെ. അയ്യോ, ഇതെന്തുവാ ഇത്? താളടിയായി കിടന്നോ, നശിച്ചു കിടന്നോ, തകർന്നു കിടന്നോ, ഒന്നുമില്ലാതെ കിടന്നോ, ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അതേ ആനന്ദ കണ്ണീർ കൊണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളെ കണ്ട് ഭ്രമിക്കത്തക്ക നിലമയിൽ കർത്താവ് നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളുടെ കൂട്ടിനിരിക്കും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. കർത്താവിന്റെ വലിയ കരം, കർത്താവിന്റെ വലിയ വീര്യപ്രവൃത്തികൾ നിങ്ങൾ അനുഭവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് സഹായിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ
ദൈവത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. എത്ര പേര് ദൈവത്തെ സ്തുതിക്കുന്നു, എത്ര പേരോട് സ്തുതിക്കാൻ പറ്റുന്നു? നിങ്ങളുടെ വേദനകളെ മറന്ന്, കണ്ണുനീരെ മറന്ന്, അനുഭവിക്കുന്ന പാടുകളെ മറന്ന്, അനുഭവിക്കുന്ന നിന്ദകളെ മറന്ന്, അനുഭവിച്ച ഏറ്റവും മുറിവുകളെല്ലാം ഓർത്ത് കരയാതെ അതെല്ലാം കൊണ്ട് മറന്നിട്ട് എൻ്റെ കർത്താവിനെ സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി, അയ്യോ ഇത്രയും വലിയ അനർത്ഥത്തിൽ, ഇത്രയും വലിയ വേദനയിൽ എന്നെ കൊണ്ടുവന്നത് തൻ്റെ തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കാനാണല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കാനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. കൺമലി പാറമേൽ എന്നെ ഉയർത്താൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കർത്താവ് ഇത്രയും വലിയ പ്ലാൻ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു സന്തോഷത്തെ തന്നല്ലോ, ഒരു വാക്യം ഞങ്ങൾക്ക് തന്നല്ലോ. ആ ഒരു ആനന്ദം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുക, മഹത്വപ്പെടുത്തുക. ആത്മാവിന്റെ നിറവിൽ ദൈവത്തെ ചാടി തുള്ളി കുതിച്ച് മഹത്വപ്പെടുത്തുക. ദൈവം ഒരു കാലത്തും നിങ്ങളെ ഉപേക്ഷിക്കയില്ല, ഒരു കാലത്തും നിങ്ങളെ മറക്കയില്ല, ഒരു കാലം നിങ്ങളെ കൈവിടുകയില്ല. വിശ്വാസത്തിൽ ബലപ്പെട്ട് ആരോഗ്യത്തോട് സന്തോഷത്തോട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വലിയ കരം നിങ്ങളുടെ കൂടെ ഇരിക്കും, നിങ്ങളെ താങ്ങും, നിങ്ങളെ നടത്തും. ഓക്കെ, നിശ്ചയമായിട്ട് വിശ്വസിക്കുക, ഒന്നുകൊണ്ടും വിഷമിക്കരുത്. ദൈവമാ പറഞ്ഞിരിക്കുന്നത്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. ഇത് ദൈവത്തിന്റെ വാക്കാണ്, മനുഷ്യന്റെ വാക്കല്ല, ദൈവം പറയുന്ന വാക്കാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. കർത്താവ് കൂടെ ഉണ്ട്. കർത്താവ് ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കൽ. ദൈവത്തിന്റെ വലിയ കരം, ആ കരുണയുള്ള കരം, അനുഗ്രഹിക്കുന്ന കരം, വിടിവിക്കുന്ന കരം, ദൈവം നിങ്ങളുടെ കൂടെ ഇരുന്ന് എല്ലാ വിധത്തിലും നിങ്ങളെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ദൈവകരങ്ങളെ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു കാലത്തും ഒരനർത്ഥവും സംഭവിക്കുവാൻ ദൈവം നിങ്ങളെ വിടത്തില്ല. വിഷമിക്കരുത്, പേടിക്കരുത്, തകർന്നു പോകരുത്. ദൈവം കൂട്ടിനുണ്ട്. കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. എല്ലാവരും കാണാൻ വേണ്ടി നിങ്ങൾ ഉയർത്താൻ പോകും. നിങ്ങൾ താഴ്വരയായി കിടക്കുകയാണ്, ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും, എല്ലാവരാലും വലിച്ചെറിഞ്ഞവരായിരിക്കും, തള്ളിക്കളഞ്ഞവരായിരിക്കും, എല്ലാവർക്കും തലവേദനയായിരിക്കും. ആർക്കും വേണ്ട എന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം വലിച്ചെറിഞ്ഞു കാണും. ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കർത്താവ് പാറമേൽ ഉയർത്താൻ പോവുകയാണ്. ദൈവത്തെ കരങ്ങളെ കൊണ്ട് കൈ അങ്ങോട്ട് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് മഹത്വപ്പെടുത്തിക്കാട്ട്. ആത്മാവിന്റെ നിറവി ദൈവത്തെ കൊണ്ട് മഹത്വപ്പെടുത്തി തുള്ളി കുതിച്ചാട്ട്. കർത്താവ് നിനക്ക് വന്ന കഷ്ടപ്പാടുകൾക്കെല്ലാം ദൈവം നിന്നെ പാറമേൽ ഉയർത്തുവാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. ദൈവം ഒരു കാലത്തും കൈവിടത്തില്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല എന്നുള്ളത് സത്യം. അത് നിശ്ചയമായിട്ടും അതങ്ങനെ തന്നെ ഏറ്റെടുക്കുക, വിശ്വസിക്കുക, കരങ്ങളെ കേൾപ്പിക്കുക. ദൈവം കൂടെ ഇരുന്ന് നിശ്ചയമായിട്ടും ആശ്വസിപ്പിക്കട്ടെ, വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ് യു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽക്കാലം ഈ അതിരാവിലെ സമയത്ത് ഒരു പ്രാവശ്യം കൂടി നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്റെ കുഞ്ഞുങ്ങളെ കാണുവാനും അവരെ ഓർക്കുവാനും അവരുടെ വേദനകൾ അറിഞ്ഞ്, കണ്ണുനീരെ അറിഞ്ഞ്, കഷ്ടപ്പാടുകളെ അറിഞ്ഞ് ഈ കർത്താവെ ജീവനുള്ള ആലോചനകളെ കൊടുത്ത് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു വഴി ഒരുക്കി തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, സ്തോത്രം. ഈ സമയത്ത് ഈ കൊടുത്ത ആലോചനയും ഈ പ്രാർത്ഥനയും നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ആശ്വാസമായി മാറട്ടെ. അവരുടെ ശരീരത്തിൽ കാണുന്ന ബലഹീനങ്ങൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, അവർ അനുഭവിക്കുന്ന സകല വിഷമങ്ങൾ, പാടുകൾ, എല്ലാ അനർത്ഥങ്ങൾ, എല്ലാ മുറിവുകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ മറയണമെന്ന് അപ്പച്ചന്റെ നാമത്തെ ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ മഹത്വമേറിയ കരം, നിന്റെ വലിയ കരം കർത്താവേ സ്തോത്രം. കാക്കുന്ന, ബലപ്പെടുത്തുന്ന, താങ്ങുന്ന, കർത്താവെ സൂക്ഷിക്കുന്ന, പിടിച്ച് നടത്തുന്ന, പരിപാലിക്കുന്ന ആ ജീവനുള്ള കരത്തിലേക്ക് നിന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഏൽപ്പിക്കാൻ, മുറിവേറ്റ കരത്തിൽ ഏൽപ്പിക്കാൻ. ഒരുത്തരും തകരുവാൻ, ഒരുത്തരും നശിക്കുവാൻ, ഒരുത്തരും താളടിയാകുവാൻ, ഒരുത്തരും കൈവിട്ടു പോകുവാൻ, ഒരുത്തരും തകർന്നു പോകുവാൻ, ദൈവമേ ഇനി കരയുവാൻ, ഇനി വേദനിക്കുവാൻ, കർത്താവേ സ്തോത്രം, അതേ ദൈവമേ നാണിക്കുവാൻ, തലകുനിയുവാൻ എന്റെ ദൈവം സമ്മതിക്കരുതെന്ന് അപ്പച്ചന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കാം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. നിന്റെ വലിയ കരം ഇപ്പൊ നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതായി സ്തോത്രം. ദൈവമേ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ മറയ്ക്കുന്നുള്ള ആ ധൈര്യം നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കുന്നുള്ള ആ തീരുമാനം എല്ലാവരുടെ ഹൃദയത്തിലും ഒന്ന് ഉറുതിപ്പെടുത്തിട്ട് ബലപ്പെടുത്തിട്ട് അപ്പച്ച ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അത് ഇറങ്ങട്ടെ. ഈ വാക്യങ്ങൾ ഇറങ്ങട്ട്. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. റബാ ലഗദന ശംദന ബൗഡ റീഖലഗ ദിയാ ലഗദന ശംധുന ദോനിഗദന ബൗഡാന റീഖലഗദന ശാതുന ദോനിഗദലബ. എല്ലാവരുടെ ഹൃദയത്തിലേക്ക് ഈ വാക്യം ഒന്ന് ഇറങ്ങട്ടെ അപ്പച്ച, ഈ വചനം ഒന്ന് ഇറങ്ങട്ടെ അപ്പച്ച. ഹൃദയത്തിന്റെ അകത്തിരിക്കുന്ന പേടിയും ഭയവും മുറിവുകളും എല്ലാം ഒന്ന് മാറട്ട്. കർത്താവേ, മരണത്തിന്റെ ഭയം
ഭയം ഒന്ന് മാറട്ടെ. എനിക്ക് ആരുമില്ല, ഞാനൊരു അനാഥയാണ്, എന്നെ എല്ലാവരും വേണ്ടാന്ന് വലിച്ചു കളഞ്ഞിരിക്കുകയാണ്. ഡോക്ടർമാർ കൈവിട്ടു, നാട്ടുകാർ കൈവിട്ടു, പെറ്റോര് മാതാപിതാക്കൾ കൈവിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. എനിക്ക് പ്രാർത്ഥിക്കാനും ആരുമില്ല, ആശ്വാസം പറയാനും ആരുമില്ല, എല്ലാം തകർന്നു കിടക്കുകയാണ്, തരിപ്പണമായി കിടക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഈ പ്രാർത്ഥനാ സമയത്ത് ഉണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഈ വചനം ഒന്ന് ചെല്ലട്ടെ. പിച്ചാ, അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ടോ, പാറമേൽ എന്നെ ഉയർത്തും. നിങ്ങളെ കൊണ്ട് ഈ വിശ്വാസവാക്കെന്ന് പറയാൻ പറ്റുമോ? പാറമേൽ നമ്മളെ ഉയർത്താൻ പോകുകയാണ്. ക്രിസ്തുവാകിയ പാറമേൽ നമ്മളെ ഉയർത്താൻ പോകുകയാണ്. എല്ലാവരും നമ്മളെ കുനിഞ്ഞു നോക്കിയവരെല്ലാം ഇപ്പൊ തല നൂറ് നോക്കുവാൻ വേണ്ടി കർത്താവ് നിങ്ങളെ ഉയർത്തുവാൻ വന്നിരിക്കുകയാണ്. അതിനാണ് ഈ അനർത്ഥം വന്നത്, അതിനാണ് ഈ ആപത്ത് വന്നത്, അതിനാണ് ഈ രോഗം വന്നത്. അതുകൊണ്ടാണ് എല്ലാവരും നമ്മളെ കൈവിട്ടത്, എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കാൻ കാരണം അതാണ്. ആർക്കും നമ്മൾ വേണ്ടാന്ന് വലിച്ചെറിയാൻ കാരണം അതാണ്. നമുക്ക് വേണ്ടി ആമേൻ സഹായിക്കാനോ പ്രാർത്ഥിക്കാനോ ഒരു ആശ്വാസം പറയാനോ ആരുമില്ലാതെ എല്ലാ വഴികളെയും കർത്താവ് അടച്ച് എല്ലാരെയും ദൈവം തടഞ്ഞു നിർത്തിയെങ്കിൽ എന്തിനെന്നറിയാമോ? നിങ്ങളെ ഉയർത്താനാണ്, പാറമേൽ ഉയർത്താനാണ്. പാറമേൽ ഉയർത്തുക കർത്താവ്. നിശ്ചയമായിട്ടും ഈ 1207 ദിവസം ദൈവം നിങ്ങളെ താളടിയായി കടന്ന്, നിങ്ങളെ ചേറ്റിൽ കടന്ന്, നിങ്ങളെ രോഗികളായി കടന്ന്, നിങ്ങളെ മരണക്കുഴി കടന്ന്, നിങ്ങളെ എല്ലാ ആമേൻ പ്രയാസത്തിലും പട്ടിണിയിലും കഷ്ടപ്പാടുകളിലും കടബാധ്യതയിലും മുഴുകിക്കടന്ന് നിങ്ങളെ വലിച്ചെടുത്ത് കർത്താവ് ഇപ്പൊ പാറമേൽ ഉയർത്തുകയാണ്. പാറമേൽ ഉയർത്തുക. കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്, ആത്മാവിന്റെ നിറവി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ട്, ദൈവത്തെ ഒന്ന് സ്തോത്രം ചെയ്ത്, ദൈവത്തെ ഒന്ന് ആനന്ദിച്ചൊന്ന് സ്തുതിച്ചാട്ട്. ഓ, എനിക്കാണ് ഈ ദൂത്, എന്റെ കുടുംബത്തിനാണ് ഈ ദൂത്, എന്നോടാണോ ദൈവം സംസാരിക്കുന്നത്? ഞാനിതിന് യോഗ്യനാണോ? ഇതിലൊന്നും ഞാൻ യോഗ്യനല്ല, ഇത്രത്തോളം ഞാൻ യോഗ്യനല്ല. എന്നെ ദൈവം വന്ന് ഇങ്ങനെ മറച്ച്, എന്നെ ഇങ്ങനെ സൂക്ഷിച്ച്, ഓ സ്തോത്രം, എന്നെ ഇങ്ങനെ പാറമേൽ ഉയർത്തുവാൻ ഞാൻ ആരാണ്? അതിനുള്ള എനിക്ക് യോഗ്യത? ഞാൻ കർത്താവിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അവനൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ഒരാത്മാക്കളെ പോലും ഞാൻ രക്ഷയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, സഭയ്ക്ക് വേണ്ടി ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കർത്താവിന്റെ വേലയ്ക്കൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ അങ്ങനെ ഒന്നും ആർക്കും ഒന്നും ചെയ്യുന്നവനല്ല, ദുഷ്ടനെ പോലാണ് ജീവിക്കുന്നത്. എന്നോടാണ് ഈ ദൂത്, നിന്നോടാ ഈ ദൂത്. ദൈവം നിന്നെ ഉയർത്താൻ പോവുക, പാറമേൽ നിന്നെ ഉയർത്താൻ പോകുക. നീ വിട്ട കണ്ണുനീരിനും നിന്റെ നെടുവീർപ്പിനും നീ അനുഭവിച്ച മാറായുടെ അനുഭവങ്ങൾക്കെല്ലാം ദൈവത്തിന് സ്തോത്രം. കർത്താവ് മറുപടിയുമായി ഈ 1207 ദിവസം അതിരാവിലെ വന്ന് നിങ്ങളുടെ കതക് തട്ടുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന്റെ വീടിന്റെ കതക് തട്ടുകയാണ്. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വന്നിരിക്കുകയാണ്. തന്റെ വലിയ കരം പിടിച്ച് തൂക്കി എഴുന്നേൽപ്പിച്ച് നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. ഇപ്പം നിങ്ങളെ ഉയർത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ദൈവം ഉയർത്താൻ പോകുകയാണ്. ഇനി നിങ്ങൾ താളടിയായ കൂട്ടമല്ല, കൈവിടപ്പെട്ട കൂട്ടമല്ല, ആരുമില്ലാത്ത അനാഥകളല്ല. എല്ലാ വിധത്തിലും ദൈവത്തിന്റെ വൻകരം, ദൈവത്തിന്റെ വലിയ കരം, ദൈവത്തിന്റെ വലിയ കരം, ദൈവത്തിന്റെ വലിയ കരം, ദൈവത്തിന്റെ വൻകരം ഇപ്പൊ വീര്യപ്രവർത്തികൾ ആമേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിച്ചെടുക്കുക ദൈവം, ഉയർത്തുക ദൈവം. ഇപ്പൊ കണ്ടോ, സ്റ്റെപ്പായി നിങ്ങളെ മേലോട്ട് കർത്താവ് ഉയർത്തുകയാണ്, പാറമേൽ ഉയർത്തുകയാണ് ദൈവം. അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കുക, ദൈവത്തെ സ്തുതിക്കുക, ആത്മാവിന്റെ നിറവില് അങ്ങോട്ട് പാടി ആരാധിക്കുക. എനിക്ക് ഈ 15 മിനിറ്റ് പറ്റുന്നില്ല നിങ്ങളോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും. ദൈവത്തിന് സ്തോത്രം. ആകിലും നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമയത്തെ ചുരുക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാത്തിനും സമയമുണ്ട്. പ്രാർത്ഥിക്കാൻ സമയമില്ല, ദൈവത്തെ സ്തുതിക്കാൻ സമയമില്ല, ആരാധിക്കാൻ സമയമില്ല, മറ്റെല്ലാത്തിനും ഇഷ്ടം പോലെ ഉണ്ട് സമയം. നിങ്ങൾക്ക് ഇത്രയും സമയത്ത് ഞാൻ ചുരുക്കി തരാൻ കാരണം നിങ്ങൾ എല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഇരിക്കണം, എല്ലാവരും ഇത് അറ്റൻഡ് ചെയ്യണം, എല്ലാവരും കേൾക്കണം, നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് ചുരുക്കി തരുന്നത്. അല്പസമയം അധികമായെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇത്രയും നേരം ഇരുന്ന് കേൾക്കാനുള്ള സന്ദർഭം ഞങ്ങൾക്കില്ല, മറ്റുള്ളവർ 2 മിനിറ്റ് അല്ലെ 3 മിനിറ്റാണല്ലോ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾക്ക് അത് മതിയായിരുന്നു, ഇതെന്തിനാ ഇത്രയും നേരം? അങ്ങനെല്ലാം കംപ്ലൈന്റ് ഇതുവരെയ്ക്കും വന്നിട്ടില്ല. അത് വരുന്നതിന് മുന്നേ തന്നെ ചുരുക്കിയതാണ്. അതുകൊണ്ട് ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. കർത്താവ് ഇന്ന് വ്യക്തമായി നിങ്ങൾക്ക് ദൂത് അറിയിച്ചിരിക്കുകയാണ്. അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പാറമേൽ എന്നെ ഉയർത്തും. യേശുവച്ചാ, ഞങ്ങൾ എന്നെ സ്തുതിക്കുന്നു. നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുക, നന്ദിയുള്ള ഹൃദയത്തോട്. നിന്റെ വലം കൈ അങ്ങോട്ട് നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ വലിച്ചെടുത്ത് കർത്താവേ പാറമേൽ കൊണ്ട് നിർത്തുന്നതിനായി സ്തോത്രം, നിർത്തിയതിനായി സ്തോത്രം. ഞാനത് വിശ്വസിക്കുക. ഇന്ന് അനേകരുടെ ജീവിതത്തിൽ വലിയ മിറാക്കിൾ, വലിയ അത്ഭുതങ്ങൾ, അതിശയങ്ങൾ, ഭ്രമിക്കത്തക്ക നിലമയിൽ, ആശ്ചര്യപ്പെടത്തക്ക നിലമയിൽ ഇന്ന് അത്ഭുതങ്ങൾ നടക്കണം. കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, ഭവനത്തില്, ശരീരത്തില്, രോഗബന്ധനയിലെ കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തില്, എല്ലാവരും കൈവിടപ്പെട്ടവർ, അനാഥകൾ, വിധവകൾ, ആരായിരുന്നാലും, വയസ്സെന്ന അപ്പച്ചന്മാരായിരിക്കും, അമ്മച്ചിമാരായിരിക്കും, ആരായിരുന്നാലും കർത്താവേ, അവരുടെ മേൽ കർത്താവിന്റെ വലിയ വൻകരം ഇപ്പൊ നീട്ടിയതിനായി സ്തോത്രം, പ്രാർത്ഥനയുടേതായി സ്തോത്രം, അത്ഭുതം പ്രവർത്തിച്ചതിനായി
സ്തോത്രം. വിടുതൽ കൽപ്പിച്ചതിനായി സ്തോത്രം. മഹത്വം വെളിപ്പെടുത്തിനായി സ്തോത്രം. കോടി കോടി സ്തോത്രം അപ്പച്ച. നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കും. സകല മഹത്വവും തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി വാക്യത്തെ നിങ്ങൾ വായിക്കുക, വിശ്വസിക്കുക. പ്രാർത്ഥന ഏറ്റെടുക്കുന്നവർക്ക്, അംഗീകരിക്കുന്നവർക്ക് വിടുതലാണ്. ഭയപ്പെടരുത്, സന്തോഷമായിരിക്കുക. ഓക്കെ, താങ്ക് യു. ഗാഡ് ബ്ലെസ്.